പാർട്ടി ഭരണഘടന. ആ ഭരണഘടനയ്ക്കനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് ആ ഭരണഘടന പാലിക്കാതെ വരുമ്പോൾ പാർട്ടിക്കകത്ത് സംഘടനാ രംഗത്തെ പ്രശ്നങ്ങളിൽ പാർട്ടി ഭരണഘടനയോട് നീതി പുലർത്താതെ വരുമ്പോൾ അത് തിരുത്താനുള്ള സന്ദർഭം നിരവധി തവണ പാർട്ടി കൊടുക്കും. പാർട്ടിക്കകത്തുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ, തെറ്റ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പറ്റും, എനിക്കും പറ്റാം, എല്ലാവർക്കും പറ്റാം. പാർട്ടിക്കകത്ത് ഉള്ളവരൊക്കെ മനുഷ്യന്മാരായതുകൊണ്ട് തെറ്റെല്ലാവർക്കും പറ്റാം. അങ്ങനെ തെറ്റ് പറ്റുമ്പോൾ പാർട്ടി ആദ്യം അത് ചൂണ്ടിക്കാണിക്കും, ഇന്ന തെറ്റ് സഖാവിന് പറ്റിയിട്ടുണ്ട്, അത് തിരുത്തണം എന്നാവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെട്ടാൽ സാധാരണ പാർട്ടിയോട് കൂറുള്ള ഒരാളാണെങ്കിൽ അത് തിരുത്തി കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കും. അങ്ങനെയാണ് പാർട്ടിക്കകത്തൊരു കീഴ്വഴക്കം. പക്ഷെ ഞാൻ തെറ്റേ ചെയ്യുള്ളൂ എന്ന് തുടർച്ചയായി തീരുമാനിച്ചു പോയാൽ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ കൂടി നടപടികൾ സ്വീകരിക്കും. അങ്ങനെ 2-3 പേരുടെ പേരിൽ നടപടി ഇവിടെ സ്വീകരിച്ചു. അത്രേ ഉണ്ടായിട്ടുള്ളൂ, വേറൊരു സംഭവം അതിലുണ്ടായിട്ടില്ല. അതിലൊന്നും പാർട്ടിക്കൊരു വേവലാതിയില്ല. ഞങ്ങൾ പാർട്ടിക്കകത്ത് നല്ല പരിശോധന നടത്തിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാറുള്ളത്. ഒരു സഖാവിനൊരു തെറ്റ് പറ്റിയാൽ ഞാൻ പറഞ്ഞല്ലോ, ചൂണ്ടിക്കാണിക്കും, ഇന്ന തെറ്റ് സഖാവിന് പറ്റിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കും. ആ തെറ്റ് തിരുത്താൻ ആവശ്യപ്പെടും. കൂട്ടായ ചർച്ചയിലൂടെ ഏതെങ്കിലും ഒരാൾ മാത്രമല്ല, ഒരു സെക്രട്ടറി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരാൾ മാത്രമാണ്. സെക്രട്ടറിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ആൾ മാത്രമാണ് ഓരോ ഘടകത്തിൻ്റെയും സെക്രട്ടറി. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പണി മാത്രമേ സെക്രട്ടറിക്കുള്ളൂ. സെക്രട്ടറി ഏകപക്ഷീയമായിട്ട് രാവിലെ എണീറ്റിട്ട് ഇന്നാളെ പുറത്താക്കുക അങ്ങനെ തീരുമാനിക്കാൻ ഇതിനകത്ത് പറ്റില്ല. ഈ പാർട്ടിയുടെ ചരിത്രം അതാണ്. പാർട്ടിക്കകത്ത് സംഘടനാപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒന്നും പരസ്യപ്പെടുത്തിയ ഒരാളെ പൊതുജന മധ്യത്തിൽ അപകീർത്തിപ്പെടുത്താൻ പാർട്ടി മെനക്കെടാറില്ല എന്ന വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നടപടിയെടുക്കും. ഞാൻ പറയാം, ഡീറ്റെയിൽസ് മുഴുവൻ പറയാം. നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഇവിടെ പട്ടാമ്പി മണ്ഡലത്തിൽ പാർട്ടിക്ക് ഒരു മണ്ഡലം കമ്മിറ്റി ഉണ്ടായിരുന്നു, അതിനൊരു സെക്രട്ടറി ഉണ്ടായിരുന്നു. PK സുഭാഷ് ആയിരുന്നു അതിൻ്റെ സെക്രട്ടറി. സുഭാഷ് പലവിധ അച്ചടക്ക ലംഘനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ മണ്ഡല സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് 17/2/2023 അല്ലേ, 17/2/2023 കഴിഞ്ഞ കൊല്ലം മണ്ഡല സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. മറ്റു പല അച്ചടക്ക നടപടികളുടെ ഭാഗമായിട്ടാണ് നീക്കം ചെയ്തത്. അന്നും പുറത്താക്കിയിട്ടില്ല അദ്ദേഹത്തിന് ചെമ്പ്ര ബ്രാഞ്ചിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനം തരം താഴ്ത്തി. അതിനുശേഷം ഇവിടെ പുതിയ മണ്ഡലം കമ്മിറ്റി നിലവിൽ വന്നു. പുതിയ മണ്ഡലം കമ്മിറ്റി നിലവിൽ വന്നപ്പോൾ പാർട്ടിയുടെ തുടർച്ചയാണല്ലോ. ഒരു സെക്രട്ടറി പോയ ഒരു കമ്മിറ്റി പോയ വേറെ കമ്മിറ്റി വരും, അങ്ങനെയാണല്ലോ പാർട്ടി. അങ്ങനെ നിലവിൽ വന്നപ്പോൾ പുതിയ കമ്മിറ്റി, ഈ കമ്മിറ്റിയുടെ മിനിറ്റ്സ് പഴയ കമ്മിറ്റിയുടെ മിനിറ്റ്സ് കാര്യങ്ങൾ, അതിന്റെ ബാങ്കിലെ അക്കൗണ്ടുകൾ ഇതൊക്കെ പരിശോധിച്ചപ്പോൾ PK സുഭാഷ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് 1,90,000 രൂപ പാർട്ടിക്ക് മെച്ചമുണ്ടായിരുന്നു. പാർട്ടി പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പൈസ പാർട്ടി വ്യക്തമായിട്ടുള്ള കണക്കൊക്കെ പരിശോധിച്ച്, അങ്ങനെയാണ് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ കണക്ക് പരിശോധിച്ച് എല്ലാ ചെലവും കഴിഞ്ഞു 1,90,000 അല്ലേ, 1,00,000 രൂപ പലവിധ കാര്യങ്ങൾക്ക് ചെലവാക്കി 90,000 രൂപ പട്ടാമ്പി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് മോർണിംഗ് ആൻഡ് ഈവനിങ് ബ്രാഞ്ചിൽ, എൻ്റെ പാസ്ബുക്കാണത്, നിക്ഷേപിച്ചു. അന്ന് പാർട്ടി തീരുമാനപ്രകാരം ആ 90,000 രൂപ പാർട്ടിയുടെ പേരിൽ നിക്ഷേപിച്ചു. പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് സുഭാഷാണെന്നുള്ളത് കൊണ്ട് സുഭാഷാണ് സൈനിങ് അതോറിറ്റി. അങ്ങനെ നിക്ഷേപിച്ച പൈസ വിഡ്രോ ചെയ്യണമെങ്കിൽ പാർട്ടിയുടെ പൈസയാണല്ലോ, പാർട്ടി കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിച്ചിട്ട് വേണം വിഡ്രോ ചെയ്യാൻ. അത് ലംഘിക്കപ്പെട്ടു. 17/2/2023 സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയ സുഭാഷ് 25/8/2023 കഴിഞ്ഞ കൊല്ലം, 17/2 ഡേറ്റുകൾ കൃത്യമായിട്ട് ഓർമ്മിച്ചോളാം. 17/2/2023 സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയ സഖാവ് സുഭാഷ് 25, ഇതൊക്കെ റെക്കോർഡാണ്, ബാങ്കിൽ റെക്കോർഡ് ആയതുകൊണ്ട് അതിന് കളവൊന്നുമില്ലല്ലോ, 25/8/2023 ഒരു കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെ നിലവിൽ സെക്രട്ടറി പോലും അല്ലാതെ ഇരിക്കുമ്പോൾ ബാങ്കിൽ പോയി ഒപ്പിട്ട് കൊടുത്ത് 90,000 രൂപ വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്തപ്പോൾ ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല, പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ പാർട്ടി ചർച്ച ചെയ്തു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം. അപ്പൊ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ
സംഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും അവിവേകം കൊണ്ടോ സംഭവിച്ചതായിരിക്കാം. അദ്ദേഹത്തോട് ചോദിക്കണം എന്തുകൊണ്ട് സംഭവിച്ചു. അങ്ങനെ സുഭാഷിന് ഇവിടുന്ന് വിശദീകരണ നോട്ടീസ് അയച്ചു. അത് 8ാം മാസത്തിൽ തന്നെ അയച്ചു അല്ലേ? 8ാം മാസത്തിൽ തന്നെ എന്തുകൊണ്ടാണ് പാർട്ടി തീരുമാനമില്ലാതെ ഇത്രയും പണം വിഡ്രോ ചെയ്തത് എന്ന് ചോദിച്ച് സുഭാഷിന് നോട്ടീസ് അയച്ചു. ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി ചെയ്തതാണ്. നോട്ടീസ് അയച്ചപ്പോൾ അദ്ദേഹം മറുപടി ജനുവരിയിലാണ് തന്നത്. നിങ്ങൾ ചോദിച്ച പോയിന്റിലേക്ക് ഞാൻ വരുന്നത്, 25/8 കൊടുത്തിട്ടുള്ള നോട്ടീസിന് മറുപടി തന്നത് 24 ജനുവരിയിലാണ്. അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. എന്തിന് വെറുതെ ഒരാളെ പൊതുജന മധ്യത്തിൽ അപഹാസ്യം പണം മോഷ്ടിച്ചുകൊണ്ട ഒരാളെന്ന് പരസ്യമായിട്ട് പറയാൻ ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടല്ല. പക്ഷെ എല്ലാവർക്കും അവൻ്റെതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. ഇത്രയും കാലമായിട്ട് പാർട്ടി പ്രവർത്തിച്ച ഒരാളാണ്, അയാളെ തേജോവധം ചെയ്യുന്നത് ശരിയല്ല എന്ന പാർട്ടിയുടെ ഒരു മാന്യതയുണ്ടല്ലോ. അതിന്റെ ഭാഗമായി ഞങ്ങളിത് പുറത്തൊന്നും പറഞ്ഞില്ല. പാർട്ടിക്ക് ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല, ഒരാളെ തേജോവധം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ 25/8 കൊടുത്തിട്ടുള്ള നോട്ടീസിന് 2024 ജനുവരിയിലാണ് അദ്ദേഹം മറുപടി തരുന്നത്. ജനുവരിയിൽ മറുപടി തന്നപ്പോൾ ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി ആ മറുപടി പരിശോധിച്ചു. ആ മറുപടി പരിശോധിച്ചപ്പോഴേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഫെബ്രുവരിയിൽ. അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു എല്ലാ അച്ചടക്ക നടപടികളും നിർത്തിവെക്കണം, തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിലെ വിഷയം, ഈ സമയത്ത് അച്ചടക്ക നടപടികൾ മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല, അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ അച്ചടക്ക നടപടികളൊക്കെ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. അത് ഇവിടുത്തെ മാത്രമല്ല, കേരളത്തിനൊട്ടാകെ പല സ്ഥലത്ത് ഈ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ സംസ്ഥാന കമ്മിറ്റികൾ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ആ നോട്ടീസിനുള്ള മറുപടി മരവിപ്പിച്ച് നിർത്തി. ഇലക്ഷൻ കഴിഞ്ഞ് ചർച്ച ചെയ്യാം എന്ന് വെച്ചു. ഇലക്ഷൻ കഴിഞ്ഞ് മെയ് മാസത്തിൽ കമ്മിറ്റി കൂടിയപ്പോൾ ആ യോഗത്തിൽ ഈ വിഷയം അദ്ദേഹത്തിന്റെ മറുപടി ചർച്ച ചെയ്തു. മറുപടിയിൽ തൃപ്തികരമല്ലാത്ത മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. ഈ 90,000 രൂപയ്ക്ക് വാലും തുമ്പും ഇല്ലാത്ത ഒരു മറുപടിയാണ് കൊടുത്തത്. ആ മറുപടി ഇവിടെ ചർച്ച ചെയ്തു അല്ലേ? മണ്ഡലം കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തു. ആ കണക്ക് വിശദമായിട്ടുള്ള അദ്ദേഹം എഴുതി തന്ന കണക്ക് ഈ മണ്ഡലം കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഇവരെ കൂടി ബോധ്യപ്പെടണ്ടേ? ഇവരെല്ലാവരും കൂടി ചേർന്ന് പിരിച്ച പൈസയാണല്ലോ, കമ്മിറ്റി മെമ്പർമാർക്ക് ബോധ്യപ്പെടണമല്ലോ. അവർ പറഞ്ഞു ഈ കണക്കൊന്നും ബോധ്യപ്പെടുന്ന കണക്കല്ല, അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം പാർട്ടി തീരുമാനമില്ലാതെ വിഡ്രോ ചെയ്ത് തെറ്റ്. രണ്ടാമത്തെ കാര്യം സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയിട്ട് വേറെ ആൾ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പോയി എഴുതി ഒപ്പിട്ട് വാങ്ങിയത് തെറ്റ്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ഒരു തവണ അച്ചടക്ക നടപടിയെടുത്ത് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ സ്വഭാവ് തെറ്റ് തിരുത്തുന്നതിന് പകരം വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരാളെ നമ്മൾ വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നാളെ പലരും ഇതിനകത്ത് ഈ പ്രവണത കാണിക്കും. പാർട്ടി മുന്നോട്ട് പോകണ്ടേ? പാർട്ടിയല്ലേ ഇത്. പാർട്ടിയിൽ പല ആളുകളുണ്ടാവും. ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ഒരു നടപടി എടുത്തില്ലെങ്കിൽ നാളെ ഈ പാർട്ടിയുടെ അവസ്ഥ എന്താവും? സാമ്പത്തിക അരാജകത്വവും പാർട്ടിക്കകത്ത്. അതുകൊണ്ട് പാർട്ടി കമ്മിറ്റിയിൽ എല്ലാവരും അഭിപ്രായം പറഞ്ഞു, ഒരാൾ മാത്രമല്ല, എല്ലാവരും അഭിപ്രായം പറഞ്ഞു. ഐക്യകണ്ഠേന സുഭാഷിനെ പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. ഇതാണ് വസ്തുത. അന്ന് ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ച് പറയാത്തത് അദ്ദേഹത്തിന്റെ അച്ഛൻ പരമ്പരാഗതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. ഇയാളും പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. പൊതുജന മധ്യത്തിൽ ഒരിക്കലും അപകീർത്തിപ്പെടുത്താൻ പാടില്ല. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇത് വേണമെങ്കിൽ അന്ന് തന്നെ ഞങ്ങൾക്ക് പത്രസമ്മേളനം വിളിച്ചത് ആ പണം എടുത്തുകൊണ്ടേ ഒരാളെയാണ് ഞങ്ങൾ പുറത്താക്കി എന്ന് പറയാമായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു പാർട്ടിയുടെ മര്യാദ ഉണ്ടല്ലോ, ഒരു മനുഷ്യനോടുള്ള സഹജീവി സ്നേഹം ഉണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളത് പറഞ്ഞതുമില്ല. പാർട്ടിക്കകത്തൊക്കെ റിപ്പോർട്ട് ചെയ്ത് ആ വിഷയം അവസാനിപ്പിച്ചു. അതാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത്. പട്ടാമ്പി എവിടെ വന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത്. പഠനകാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ്. ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ്, ഫ്രണ്ട്ലി മാനേജ്മെൻ്റ് ആണ്. പാരൻസിനെ കുട്ടികളെ സേഫാക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ്.